അവിടെ വന്ന് വീട്ടിലിരിക്കുന്ന ഇവരെ 7 മണിയോട് കൂടിയാണ് ഇവരുടെ അമ്മ അവിടേക്ക് എത്തുന്നത്. അവരുടെ അമ്മ എത്തുന്നു. അമ്മ എത്തി കുഞ്ഞെവിടെ എന്നുള്ള ചോദ്യത്തിന് മറുപടി ലഭിക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ അമ്മയ്ക്ക് ഈ പറയുന്ന സുഭാഷിൻ്റെ കോൾ വന്നിരുന്നു. ഈ സുഭാഷിൻ്റെ പിതാവ് അന്നേ ദിവസം ESI ഹോസ്പിറ്റലാണ്, ESI ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം അത് തലേ ദിവസവും ഈ ESI ആശുപത്രിയിൽ പിതാവിനൊപ്പം നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് രാത്രിയിൽ ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. പിറ്റേ ദിവസവും ഇദ്ദേഹം രാവിലെ വീട്ടിൽ വന്ന് റെഡിയായി ആശുപത്രിയിലേക്ക് പോകാൻ നിൽക്കവേ ഈ കുഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനെ ഈ സന്ധ്യ തന്നെ നിർബന്ധിച്ച് അങ്കണവാടിയിലേക്ക് അയക്കുകയായിരുന്നു. അപ്പോൾ സുഭാഷ് പറഞ്ഞു, അങ്കണവാടി മോള് പോയിട്ട് വാ എന്ന് ഈ പിതാവ് പറഞ്ഞു. അതിനുശേഷമാണ് ഇദ്ദേഹം ESI ആശുപത്രിയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് പോയി ഇദ്ദേഹം 3 മണിയാകുമ്പോൾ തിരികെ വരുന്ന ഇദ്ദേഹം വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു. 5:30 കൂടി ഉണർന്നപ്പോഴും കുഞ്ഞ് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം ഈ അല്ലി എന്ന് പറയുന്ന സന്ധ്യയുടെ അമ്മയെ വിളിച്ചു, കുഞ്ഞെവിടെ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട്. അപ്പം ഇവർ പറഞ്ഞു, ഞാൻ വീട്ടിലില്ല, വീട്ടിലേക്ക് എത്തട്ടെ, മകളെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് അവർ വീട്ടിലേക്ക് മകളെ വിളിച്ചപ്പോൾ മകൾ ഫോൺ എടുക്കുന്നില്ല. തുടർന്നാണ് അവർ വീട്ടിലേക്ക് പെട്ടെന്ന് എത്തുന്നത്. ഇതിനിടെ വീണ്ടും സുഭാഷ് വിളിച്ച് പറഞ്ഞു, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാൻ പോവുകയാണ്. ഇവരുടെ കേസ് 2 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ വന്ന കേസ്, 2 പ്രാവശ്യം നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ഇവരുടെ കുടുംബ പ്രശ്നം വന്നതാണ്. അങ്ങനെ ഇവർ ഇത് പറഞ്ഞിട്ട് ഇവർ നേരെ വീട്ടിൽ വരുമ്പോഴാണ് മകൾ അവിടെ ഇരിക്കുന്നത്.